പിതാവിനൊരു മകനുണ്ടായിരുന്നു. ആ മകൻ സ്വത്ത് ധാരാളം ദൂർത്തടിച്ചു. പിതാവിൻ്റെ കയ്യിൽ ധാരാളം സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം അവൻ ആവോളം ഉപയോഗിച്ചു പിതാവിനെ മാറ്റി നിർത്തി. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ പുത്രന് ബോധമുണ്ടായി, അയ്യോ ഇവിടെ വരൾച്ചയാണ്. എന്താണ് വരൾച്ച? സ്നേഹത്തിൻ്റെ വരൾച്ചയാണത്. ഈ സ്നേഹത്തിൻ്റെ വരൾച്ച തോന്നിയ ധൂർത്തപുത്രൻ എത്രയും പെട്ടെന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. കർത്താവായ ഈശോ മിശിഹാ നമ്മളോട് പറയുന്ന കാര്യവും അതുതന്നെയാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒന്ന് നോക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ പിതാവിൻ്റെ ഭവനത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കണം എന്ന ഒരു ബോധമാണ് കർത്താവ് നമുക്ക് തരുന്നത്. പിതാവിൻ്റെ ഭവനം എന്ന് പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങളുടെ ഭവനമാണ്. എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ഒരുമയോടെ കരുണയോടെ മുന്നേറുമ്പോൾ പിതാവിൻ്റെ ഭവനത്തിൻ്റെ പ്രതീതി നമുക്കിവിടെ ലഭിക്കും. ഈ പ്രതീതി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയും വേണം. സ്നേഹം കിട്ടുന്ന ഇടത്തിൽ നിന്ന് അത് പരമാവധി ദൂർത്തടിക്കാതെ എൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ച് അത് മറ്റുള്ളവർക്ക് കൂടി സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.